ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹീത പ്രഭാതത്തിനായി ദൈവത്തെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നതിൻ്റെ തുടർമാനമായി അല്പകാര്യങ്ങൾ കൂടി ഇന്ന് പകൽക്കാലം ചിന്തിപ്പാൻ തക്കവണ്ണം കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. എഫേസ്യ ലേഖനത്തിൽ നിന്നുമായിരുന്നു നാം ചിന്തിച്ചുകൊണ്ടിരുന്ന. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നാം ചിന്തിപ്പാനിടയായി സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ചതായ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, ദൈവിക വിശ്വസ്ത ദൈവിക കരുതലുകളെക്കുറിച്ച് കഴിഞ്ഞ ദിനങ്ങളിൽ നാം ചിന്തിപ്പാനിടയായി. തുടർമാനമായി വീണ്ടും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ഒന്ന് പകൽക്കാലം ചിന്തിപ്പാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. 5-6 തിരുവചന വേദഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മെ തിരഞ്ഞെടുപ്പാൻ തക്കവണ്ണം അക്കോർഡിംഗ് ടു ഹിസ് വിൽ, അവൻ്റെ തിരഹിത പ്രകാരം അല്ലെങ്കിൽ ഇഷ്ടപ്രകാരം, അവൻ്റെ തീരുമാനപ്രകാരം അവൻ തൻ്റെ ഹൃദയത്തിൽ നിശ്ചയിച്ചതായ ആ ആഗ്രഹം, അവൻ്റെ ആ വലിയ ഉദ്ദേശം നമ്മൾ നിവർത്തിച്ചവനായ ദൈവം നാം എങ്ങനെ ആയിരിക്കണം ജീവിക്കേണ്ടത് എന്നുള്ളത് കാര്യമാണ് 4-ാം വാക്കിൽ പറഞ്ഞത്. നാം വിശുദ്ധരും നിഷ്കളങ്കരുമായി ജീവിപ്പാൻ തക്കവണ്ണം അവൻ ആഗ്രഹിക്കുന്നു. എൻ്റെ 5-6 വാക്കിലേക്ക് വരുമ്പോൾ പ്രകാരം നമുക്ക് ചിന്തിക്കുന്നു. തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ ആ സ്നേഹം, പ്രൈസ് ഗോഡ്, അവൻ പ്രിയനായവനിൽ ക്രിസ്തുവിൽ കൂടി നമ്മിലേക്ക് പകർന്നു തന്നതായ അവൻ്റെ അഗാധമായ സ്നേഹം. പ്രൈസ് ഗോഡ്. പ്രിയ ദൈവമക്കളെ, മത്തായിയുടെ സുവിശേഷവും ലൂക്കോസിൻ്റെ സുവിശേഷവും മാർക്കോസിൻ്റെ സുവിശേഷവും എല്ലാം നാം പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനോട് ബന്ധപ്പെട്ട് സ്വർഗം തുറന്ന ശബ്ദം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളതായ സ്വർഗത്തിൽ നിന്നുള്ളതായ ഒരു ശബ്ദം, അത് കർത്താവ് കേൾപ്പാൻ തക്കവണ്ണം ഇടയായി. ദൈവാത്മാവ് പ്രാവ് എന്ന പോലെ തൻ്റെ മേൽ വരുന്നത് താൻ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. തിരുവചനം ശ്രവിക്കുന്നതിൻ്റെ പ്രിയ സഹോദരങ്ങളെ, യാതൊരു യോഗ്യതയുമില്ലാതിരുന്ന നമ്മേൽ അവൻ കൃപ പകർന്നു, അവൻ്റെ സ്നേഹത്തെ പകർന്നു. അവൻ്റെ പ്രിയ മകനായി തീരുവാൻ, മകളായി തീരുവാൻ തക്കവണ്ണം, അവൻ്റെ വിശുദ്ധ പ്രജയായി തീരുവാൻ തക്കവണ്ണം, അവൻ്റെ അവകാശി ആയി തീരുവാൻ തക്കവണ്ണം, ക്രിസ്ത്യാനികൾ എന്നുള്ളതായ പേർ ലഭിപ്പാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ പുത്രന്മാർ എന്നുള്ളതായ പദവിയിൽ നമ്മെ അലങ്കരിപ്പാൻ തക്കവണ്ണം, അവനായി വേർതിരിക്കപ്പെട്ടവൻ, തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്നുള്ളതായ ആ യോഗ്യത നമ്മളിലേക്ക് പകരുവാൻ തക്കവണ്ണം, വെളിച്ചത്തിൻ്റെ മക്കൾ, വൃദ്ധന്മാർ, രാജകീയ പുരോഹിതന്മാർ എന്നുള്ള പദവിയിലേക്ക് നമ്മെ കൊണ്ടെത്തിപ്പാൻ തക്കവണ്ണം അവൻ നമ്മോട് പകർന്നതായ ആ സ്നേഹം. നാം ആ സ്നേഹത്തെ ഒരു നാളും നിരാകരിക്കുന്നവരാകരുത്. ആ സ്നേഹത്തിൻ്റെ ആഴത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ തക്കവണ്ണം നാം ഏവരും കടപ്പെട്ടവരാണ്. സ്വർഗം നമ്മെ നോക്കി സദാ സന്തോഷിക്കുന്ന ഒരനുഭവം ഉണ്ടാകണം. നമ്മെ നോക്കി സ്വർഗം ഒരിക്കലും ദുഃഖിപ്പാൻ ഇടവരുത്തരുത്. നമ്മെ നോക്കി ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ ദിനവും പ്രസാദിക്കുന്നു എന്നുള്ളതായ ആ ശബ്ദം കേൾക്കുന്ന ഒരനുഭവം നമ്മൾ എപ്പോഴും ഉണ്ടായിരിക്കണം. ആ വലിയ കൃപ നമ്മളിലേക്ക് പകർന്നു വന്നപ്പോൾ നമ്മുടെ പേര് മാറിയില്ലേ? നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വന്നില്ലേ? പകൽക്കാലം നാം ഒന്ന് ചിന്തിക്കണം. അഥവാ ഇപ്പോഴും ആ കൃപ നമ്മൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ, അതോ നമ്മുടെ പേരിന് ഇപ്പോഴും ആ പഴയ പേര് തന്നെയാണോ നാം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ഈ പകൽക്കാലം ഒന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഞാൻ ഈ തിരുവചന വേദഭാഗം ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹം, അഗാപ്പേ, പ്രൈസ് ഗോഡ്, യാതൊരു സ്വാർത്ഥതയുമില്ലാത്ത നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ ആഴത്തെ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഇന്ന്
ലോകത്തിൽ അനവധി സ്നേഹങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതായ സ്നേഹം, അതിന് പറയുന്ന ഈറോസ് എന്നാ പറയുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ അവരിൽ പ്രകടമാകുന്നതായ സ്നേഹം. അതുപോലെ തന്നെ രണ്ട് സ്നേഹിതന്മാർ തമ്മിൽ കൂടിയിരിക്കുമ്പോൾ അവരിൽ വെളിപ്പെട്ട് വരുന്നതായ സ്നേഹമുണ്ട്. ഫിലേയോ, സ്നേഹിതന്മാർ തമ്മിലുള്ളതായ പരസ്പര ബഹുമാനത്തെ, പരസ്പര കരുതലിനെ വെളിപ്പെടുത്തുന്നതായ പദം. അതുപോലെ തന്നെ ഒരു കുടുംബമാകുമ്പോൾ ആ കുടുംബത്തിലുള്ളതായ അംഗങ്ങൾ തമ്മിൽ, കുഞ്ഞുങ്ങളും അപ്പനും അമ്മയും, അവരെല്ലാം തമ്മിലുള്ളതായ ഒരു സ്നേഹം, സ്റ്റോർഗെ, കുടുംബത്തിലുള്ളവർ തമ്മിൽ പരസ്പരം പ്രകടിപ്പിക്കുന്നതായ സ്നേഹ വികാര പ്രകടനങ്ങൾ. ഈ പറഞ്ഞവയെല്ലാം, അതായത് ഭാര്യ ഭർത്താവും സ്നേഹിതന്മാർ തമ്മിലും കുടുംബാംഗങ്ങൾ തമ്മിലും ഈ കാണപ്പെടുന്ന സ്നേഹമെല്ലാം അത് മാനുഷികമായി ഉളവാകുന്ന വികാരത്തിൽ നിന്ന് പ്രകടമാകുന്ന, അത് എപ്പോൾ വേണമെങ്കിലും ഏതു സമയത്ത് വേണമെങ്കിലും നിലച്ചു പോകാം. ചെറിയ ഒരു സംശയം കടന്നു വന്നാലോ, വാക്കുകളിലെ വ്യത്യാസങ്ങൾ കടന്നു വരുമ്പോഴോ ഈ സ്നേഹമെല്ലാം എന്തായിത്തീരും? അതെല്ലാം നിലച്ചു പോകും. എന്നാൽ ഒരിക്കലും നിലയ്ക്കാത്ത, ഒരിക്കലും മാറാത്ത, ഒരിക്കലും മാറ്റം വരാത്തതായ ഒരു സ്നേഹം, അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. സ്വാർത്ഥതയില്ലാത്ത, മറ്റുള്ളവരുടെ നന്മയെ എപ്പോഴും മുമ്പിൽ കണ്ടുകൊണ്ട് അവരുടെ നന്മയെ മാത്രം ആഗ്രഹിക്കുന്ന, നന്മയെ മാത്രം ലക്ഷ്യം കണ്ടുകൊണ്ട് സ്നേഹിക്കുന്ന സ്നേഹം. ആ സ്നേഹമായിരുന്നു ക്രൂശിലെ സ്നേഹം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ സ്നേഹത്തിൻ്റെ ഉറവിടം ദൈവമാകുന്നു. ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിരിക്കുവാൻ തക്കവണ്ണം അവൻ നമ്മിലേക്ക് കൃപ പകർന്നു. പ്രൈസ് ഗോഡ്. പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മിലേക്ക് ആ സ്നേഹത്തിൻ്റെ നിറവ് പകർന്നു തരുവാൻ തക്കവണ്ണം ഇടയായി. റോമലേഖനം 5:5 നിങ്ങൾ പഠിക്കുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. പരിശുദ്ധാത്മാവിനാൽ നമ്മിലേക്ക് പകരപ്പെട്ടതായ ദൈവ സ്നേഹത്തിൻ്റെ നിറവിനെ നമുക്കവിടെ കാണാം. ക്രൂശിലെ സ്നേഹം എന്ന് പറയുമ്പോൾ തൻ്റെ മനസ്സ് തുറന്നുള്ളതായ ഒരു സ്നേഹമാണ്. തൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രദർശനം കർത്താവ് കാണിച്ചു. എവിടെയാ? ക്രൂശിൽ കാണിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ എനിക്കും വചനം ശ്രവിക്കുന്നതായ നിങ്ങൾക്കും വേണ്ടി അവൻ ക്രൂശിൽ തൻ്റെ മനസ്സ് അവൻ ഏൽപ്പിച്ചു കൊടുത്തു. മനസ്സ് അവൻ നമ്മൾ തുറന്ന് കാണിച്ചു. ഹല്ലേലൂയ. ആ ക്രൂശിൽ അവൻ തൻ്റെ സ്നേഹത്തെ പൂർണ്ണമായി അവനോട് വെളിപ്പെടുത്തി. ആ ക്രൂശിൽ നിന്നുകൊണ്ട് ആ ക്രൂശിനെ നാം ശ്രദ്ധിച്ചാൽ, ഒന്ന് ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ആ സ്നേഹത്തിൻ്റെ ആഴം നമുക്കവിടെ കാണാം. ക്രൂശിൽ കൂടി നമുക്ക് പല കാര്യങ്ങളും പഠിക്കുവാൻ തക്കവണ്ണം കഴിയും. ആ ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് പറഞ്ഞില്ലേ, പിതാവിനോട് പറഞ്ഞു, എന്താ പറഞ്ഞേ? ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കുമാറാകണമേ എന്ന്. തൻ്റെ അല്ലെങ്കിൽ അവരോട് കാണിക്കുന്നതായ സ്നേഹത്തിൻ്റെ, അല്ലെങ്കിൽ തൻ്റെ ശത്രുക്കളോട് തൻ്റെ അങ്കി ചീറ്റിട്ട് വലിച്ചു കയറുന്നതായ, അതിനുവേണ്ടി സ്തോത്രം ബാധിക്കുന്നതായ കുറേ ആളുകൾ, തന്നെ നോക്കി പരിഹസിക്കുന്ന വലിയൊരു സമൂഹം, ഒരല്പം ദാഹജലം താൻ ചോദിച്ചപ്പോൾ കയ്പിൻ്റെ ജലം കൊടുത്തവർ, അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള സ്വഭാവത്തിലുള്ള ആളുകളെ കർത്താവ് ആ ക്രൂശിൽ കിടന്നുകൊണ്ട് കാണുവാൻ തക്കവണ്ണം ഇടയായി. അപ്പോഴും അവൻ പറഞ്ഞതായ പദമാണ്, ദൈവമക്കളെ, നാം തിരിച്ചറിയേണ്ടത്
നാം നമ്മിൽ കൂടിയും വെളിപ്പെടുത്തേണ്ടത്. കർത്താവ് പറഞ്ഞു, പിതാവ്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയാകിയാൽ നീ എന്തു ചെയ്യണം? ഇവരോട് ക്ഷമിക്കണം. പ്രൈസ് ഗോഡ്. തൻ്റെ മനോഭാവം ക്രൂശിൽ വേദന കൊണ്ട് താൻ പുളയുമ്പോഴും തൻ്റെ ഹൃദയം സ്നേഹത്താൽ നിറയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. നമുക്കും അപ്രകാരം സ്നേഹിക്കുവാനായിട്ട് കഴിയുമോ? നമ്മളും അപ്രകാരം സ്നേഹിക്കണമെന്ന സ്വർഗം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കൊരിന്ത്യലേഖനം പഠിക്കുമ്പോൾ, കൊരിന്ത്യലേഖനം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരം ഉണ്ടായിട്ടും സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം ഞാൻ അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം എന്തു ചെയ്യുന്നു? ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദ്വേഷപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. പ്രൈസ് ഗോഡ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ വിശ്വാസ ജീവിതവും നമ്മുടെ ക്രിസ്തീയ ജീവിതവും ഏതിൽ നിലനിൽക്കുന്നുവെന്ന് ചിന്തിപ്പാൻ നമുക്ക് കഴിയണം. ക്രൂശിൽ അവൻ നമ്മളിലേക്ക് ക്രൂശിൽ കാണിച്ച ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാകുന്നുവോ നാം ജീവിക്കുന്നതെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ആത്മീക കോളത്തിൽ നാം കാണുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങൾ അത് ക്രൂശിലെ സ്നേഹത്തോട് ചേർന്നുള്ളതാകുന്നുവോ എന്ന് ഒന്ന് പരിശോധിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. പ്രൈസ് ഗോഡ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം പഠിക്കുമ്പോഴും കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, നിങ്ങൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. പ്രൈസ് ഗോഡ്. അപ്പൊ സ്വർഗസ്ഥനായ പിതാവിന്റെ പുത്രന്മാർ ചെയ്യേണ്ടതായ കടമ അവിടെ പറഞ്ഞിരിക്കുന്നത്, ശത്രുക്കളെ സ്നേഹിക്കുക, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നമുക്കത് ചെയ്യുവാനായിട്ട് കഴിയുന്നുണ്ടോ? ശത്രുക്കളെ സ്നേഹിക്കുവാനും അവരോട് സമാധാനത്തോടെ പെരുമാറുവാനും തക്കവണ്ണം നമുക്ക് കഴിയുന്നുണ്ടോ? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 38 വാക്യങ്ങൾ തൊട്ട് താഴോട്ട് പഠിക്കുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്ന് അരുൾ ചെയ്ത് കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ കർത്താവ് പറയുക, ഞാനോ നിങ്ങളോട് പറയുന്നത് എന്താ? ദുഷ്ടനോട് നിങ്ങൾ എതിർക്കരുത്. നിന്റെ വലത്തെ ചെകിട്ട് തടിക്കുന്നവന് മറ്റേതും നീ കാണിച്ചു കൊടുക്കുക, നിന്റെ മറു ചെകിട് കൂടി നീ കാണിച്ചു കൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും നീ വിട്ടുകൊടുക്കുക. ഒരുത്തൻ തന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ 2 നാഴിക കൂടി അല്ലെങ്കിൽ 2 അവനോടുകൂടി നീ പോകുക. നിന്നോട് യാചിക്കുന്നവന് നീ കൊടുക്കുക. വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞു കളയരുത്. കൂട്ടുകാരനെ സ്നേഹിക്കുക, ശത്രുവിനെ പകയ്ക്കുക. പ്രൈസ് ഗോഡ്. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഇതെല്ലാം കർത്താവ് നമ്മിൽ നിന്നും കാണുവാൻ തക്കവണ്ണം, നമ്മിൽ നിന്ന് കാണുക എന്ന് പറയുമ്പോൾ ആ ക്രൂശിലെ സ്നേഹത്തിൽ നിന്നും, ആ ക്രൂശിലെ സ്നേഹത്തെ നാം അനുഭവിച്ചവരാകുന്നുവെങ്കിൽ, ആ ക്രൂശിലെ സ്നേഹത്തെ നാം സ്നേഹിക്കുന്നവരാകുന്നുവെങ്കിൽ, ബഹുമാനിക്കുന്നവരാകുന്നുവെങ്കിൽ, വിശ്വസിക്കുന്നവരാകുന്നുവെങ്കിൽ, ദൈവമക്കളായ നമ്മിൽ നിന്നും പുറപ്പെടുവാൻ തക്കവണ്ണം, നമ്മിൽ കൂടി കാണുവാൻ തക്കവണ്ണം സ്വർഗം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏതെല്ലാം. പ്രൈസ് ഗോഡ്. നാം ഈ ഒരു തലത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. അതീവ സ്നേഹത്തിൻ്റെ ആഴത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരനുഭവം എപ്പോഴും നമ്മളിൽ ഉണ്ടാകണം.
ക്രിസ്തീയ ശിഷ്യത്വത്തിൻ്റെ വ്യക്തമായ മാനദണ്ഡം സ്നേഹമാണ്. പ്രൈസ് ഗോഡ്. നമ്മൾ വാക്കിൽ കൂടി എനിക്ക് സ്നേഹമുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ എന്നെല്ലാം നമ്മൾ പറയുന്നു. പ്രൈസ് ഗോഡ്. പ്രിയ ദൈവമക്കളെ, എന്നാൽ ഹൃദയങ്ങളെ അറിയുന്നവനായ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുമ്പോൾ ഇതെല്ലാം അവൻ്റെ മുമ്പിൽ എപ്രകാരം ആയിരിക്കുന്നുവെന്ന് നാം ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ട് എങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. കർത്താവ് പറഞ്ഞതാണ്, നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ട് എങ്കിൽ. ആ സ്നേഹം വെറും വാക്കിൽ പറയുന്നതാവരുത്. ക്രൂശിൽ കർത്താവ് കാണിച്ചതുപോലെ യാതൊരു ലാഭേച്ഛയുമില്ലാതെ, സ്വാർത്ഥ താല്പര്യമില്ലാതെ അവനെനിക്ക് സ്തോത്രം മടക്കി തരുമെന്നുള്ളതായ, പ്രതിഫലേച്ഛ കൂടാതെ ഉള്ളതായ സ്നേഹമായിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 13-35 വാക്യം കടന്നു വരുമ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ വാസ്തവമായി നിങ്ങൾ ആരായിത്തീരും? എൻ്റെ ശിഷ്യന്മാരായിത്തീരും. നിങ്ങൾ വെളിച്ചത്തിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആരായിത്തീരും? നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരും എന്നെ സ്നേഹിക്കുന്നവരുമായിത്തീരും. പ്രിയ ദൈവമക്കളെ, ദൈവത്തെയും മനുഷ്യരെയും ഒരുപോലെ സ്നേഹിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. നമ്മുടെ ആത്മീക ജീവിതം അതൊരിക്കലും കപടത നിറഞ്ഞതാവരുത്, മുഖംമൂടി അണിഞ്ഞതാവരുത്. ഇത് വ്യക്തമായി നമ്മിലേക്ക് പകരപ്പെട്ടതായ അസ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്നും പുറപ്പെടുന്നതായിരിക്കണം. ക്രിസ്തീയ ശുശ്രൂഷകളും ക്രിസ്തീയ ആരാധനകളും എല്ലാം സ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിയേണ്ടതാണ്. പ്രൈസ് ഗോഡ്. കർത്താവിനെ കളിപ്പിക്കുന്നതായ, കർത്താവിനെ അപമാനിക്കുന്ന രീതിയിലുള്ളതായ ശുശ്രൂഷകളോ ആരാധന രീതികളോ ദൈവപൈതലെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത്. പ്രൈസ് ഗോഡ്. നാം ഓരോ ദിവസവും ഓരോ ദിനവും അവനോട് കൂടുതൽ അടുക്കുന്ന ഒരനുഭവം നമ്മളിൽ ഉണ്ടായിരിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മിൽ കൂടി ആഗ്രഹിക്കുകയും നമ്മിൽ കൂടി വെളിപ്പെടുവാൻ തക്കവണ്ണം അവൻ ഓരോ ദിവസവും ഇഷ്ടപ്പെടുകയും ചെയ്തതാണ്. എഫെസ്യർ 4 അധ്യായത്തിലേക്ക് അവനോട് പറയുന്നു, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. അവന്റെ സ്നേഹത്തെ ആ പുത്രനിൽ കൂടിയും ക്രൂശിൽ കൂടിയും അവന്റെ സ്നേഹത്തെ അവൻ നമ്മിലേക്ക് വെളിപ്പെടുത്തി തരുവാനിടയായിത്തീരുന്നു. അതിനാൽ ദൈവമക്കൾ ഒരു കാര്യം തിരിച്ചറിയണം, നമ്മെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരായി ജീവിപ്പാൻ നമുക്ക് കഴിയണം. കർത്താവ് പറഞ്ഞു, എന്താ? ഞാൻ വിശുദ്ധനായിരിക്കിയാൽ നിങ്ങളും വിശുദ്ധനായിരിപ്പിൻ. വിശുദ്ധിയിൽ ജീവിപ്പാൻ തക്കവണ്ണം സ്വർഗം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുക. അവൻ്റെ അഗാധ സ്നേഹം, നമ്മോടുള്ള അഗാധ സ്നേഹം എത്രയോ വലുതാകുന്നു അല്ലേ? ആ സ്നേഹത്തെ അനുഭവിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആത്മാവിനെ അനുസരിച്ച് നടപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ആത്മാവിൻ്റെ ഫലം നമ്മൾ ഓരോ ദിവസവും വെളിപ്പെട്ടു വരണം. സ്നേഹം, ആത്മാവിൻ്റെ ഫലം പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയുന്ന സ്നേഹമാണ്. ആ ക്രൂശിലെ സ്നേഹം നമ്മിൽ വെളിപ്പെട്ടേ മതിയാകത്തുള്ളൂ. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. പ്രൈസ് ഗോഡ്. നാം ആത്മാവിൽ ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനനുസരിച്ച് ജീവിപ്പാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരാകൊണ്ട് നാം ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായിരിക്കണം. വഞ്ചനയുടെ ആത്മാവിന് നാം ഒരിക്കലും കീഴ്പ്പെട്ടു പോകരുത്. ദൈവത്തെ നാം ഒരിക്കലും നമ്മുടെ പ്രവൃത്തിയിൽ കൂടി പരിഹസിപ്പാൻ നാം അനുവദിക്കരുത്. പ്രൈസ് ഗോഡ്.
ഗലാത്യലേഖനം 6-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നാം ദൈവത്തെ ഒരിക്കലും ഒരു നാളും പരിഹസിപ്പാൻ നാം ഇടയാകരുത്. അതിനായി നാം നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ നാം വിട്ടുകൊടുക്കരുത്. വഞ്ചകന് വേണ്ടി നാം നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കരുത്. നമ്മെ വീണ്ടെടുത്തവനായി പൂർണ്ണമായി സമർപ്പിപ്പാൻ തക്കവണ്ണം, നമ്മെ വീണ്ടെടുത്തവന് വേണ്ടി പൂർണ്ണമായി ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും കഴിയണം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവ സ്നേഹത്തിൻ്റെ ആഴം തൻ്റെ പ്രിയനായവനിൽ കൂടി സൗജന്യമായി തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി അവൻ നമ്മെ തിരഞ്ഞെടുപ്പാൻ തക്കവണ്ണം, നമ്മെ വീണ്ടെടുപ്പാൻ തക്കവണ്ണം, പ്രിയ മകനായി തീരുവാൻ, പ്രിയ മകളായി തീരുവാൻ തക്കവണ്ണം അവൻ നമ്മോട് കൃപ കാണിച്ചു. അവൻ്റെ സ്നേഹത്തെ അവൻ നമ്മളിലേക്ക് പകരുവാൻ തക്കവണ്ണം ഇടയായി. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സ്തോത്രം. നാം അനുഭവിക്കുന്നതായ ഈ സകല ആത്മീക അനുഗ്രഹത്തിനും ഉറവിടമായവനെ, അത് നമ്മിലേക്ക് തരുവാൻ തക്കവണ്ണം കൃപ കാണിച്ചവനെ, അവനെ അനുസരിച്ചുള്ളതായ ഒരാത്മീക ജീവിതം നമുക്കുണ്ടാകട്ടെ. അതിനായി നമുക്ക് അനുദിനവും അവൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. അവനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ സ്വർഗീയ സന്തോഷം എന്നെന്നും നിലനിർത്തുവാൻ തക്കവണ്ണം നമുക്ക് കഴിയട്ടെ. പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കുമാറാകട്ടെ. കണ്ണുകളടയ്ക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, അപ്പാ, നിന്റെ പ്രിയ മകനായി തീരുവാൻ, മകളായി തീരുവാൻ തക്കവണ്ണം കർത്താവിന് ഞങ്ങളോട് കാണിച്ച വലിയ സ്നേഹത്തിനായി നന്ദി. ഞങ്ങളുടെ പേര് മാറ്റിയ നിന്റെ വലിയ സ്നേഹത്തിനായി നന്ദി. ഞങ്ങളുടെ സ്വഭാവത്തെ മാറ്റിയ അപ്പോൾ നിന്റെ സ്നേഹത്തിനായി നന്ദി കർത്താവേ. ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ സാന്നിധ്യം കൊണ്ട് അവരെ നിറയ്ക്കണമേ. നിന്റെ സ്നേഹത്തിൻ്റെ ആഴം അപ്പോൾ നീ അവരിലേക്ക് വീണ്ടും പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനം അനുസരിക്കുന്ന, നിന്റെ തിരുമുഖം നോക്കി യാത്ര ചെയ്യുന്ന ഒരു ജീവിതാനുഭവം ഈ പ്രിയപ്പെട്ടവരെല്ലാവരിലെയും അപ്പോൾ നീ പകർന്നു കൊടുക്കുന്നതിനാൽ നന്ദി പറയുന്നു. ഈ പകൽക്കാലം വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഏഴടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ നന്ദി. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ സ്വർഗീയ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.